ഫീഡിങ് പദേഴ്സാണോ? അപ്പോൾ അതേ നിങ്ങൾക്ക് അടിപൊളിയാണ്. ഇത് ആരെങ്കിലും പറയുമോ കണ്ടോ ഫീഡിങ് കുർത്തിയാന്ന്? അപ്പോൾ അതാണ് സ്റ്റൈലിഷിൻ്റെ നമ്മൾ അമ്മമാർക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞേ ഉള്ളൂ. ശരിക്കും ഇത് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന കോൺസെപ്റ്റാണ്. നമ്മൾ സ്റ്റൈലിഷിലൊരു ഫീഡിങ് കുർത്തി ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഫീഡ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ജസ്റ്റ് സിബ് റിമൂവ് ചെയ്യണമെങ്കിൽ സിബ് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആസ് യൂഷ്വൽ നോർമൽ പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കോൺസെപ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിലൊരെണ്ണമാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മൾട്ടി ബ്രാൻഡ്സിലൊക്കെ കൊടുത്തപ്പോൾ ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ പറയില്ലേ, നമുക്കും ഉണ്ടാവില്ല ആഗ്രഹങ്ങൾ ആ സമയത്ത് നല്ല ഡ്രസ്സ് ഇടണം, നന്നായിട്ട് ചെയ്യണം, കണ്ടാൽ തന്നെ ഒരു മെറ്റേണിറ്റി ലുക്ക് വരാതെ നോക്കുക എന്ന് പറയുന്നത് ആസ് എ ഡിസൈനർ ഞാൻ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. വളരെ കംഫർട്ടബിൾ ആണ്. ഇതാ കാണാൻ ഒരാൾ പറയില്ല അതിൽ സിബ് ഉണ്ടെന്നോ അല്ലെങ്കിൽ അതിൻ്റെ വർക്ക് നേച്ചറോ ദുപ്പട്ടയോ ഒന്നും അങ്ങനെ ഒരു ഫീൽ കൊടുക്കുന്നതല്ല. അപ്പോൾ ഇതിലായാലും വളരെ കംഫർട്ടബിളായിട്ട് കൂളായിട്ട് നിങ്ങൾക്ക് ഫീഡ് ചെയ്യാം. അത് മാത്രമല്ല അത് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു മടുപ്പില്ല. ഞാൻ പറയാം, കുറേ പേരുണ്ട് എന്നെ പോലെ ചിന്തിക്കുന്നവരുണ്ടാവാം. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും, അതായത് നമ്മൾ അത്രയും ഡിസൈനേഴ്സിനെ വെച്ചും ഞാനായാലും പോയി നോക്കി ചെയ്യുന്ന പീസുകളാണ്. നമുക്ക് കൂടുതൽ അതിനകത്ത് അറിയാം ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ അത് വരാതെ ഏറ്റവും കംഫർട്ടബിളായിട്ട് അമ്മമാരെ ഇരുത്തുക, അവരെ ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടു നടക്കുക. അതിലെന്നും സ്റ്റൈലിഷ് പണ്ടേ അതിലാണ് എക്സ്പേർട്ട്. ഇപ്പോൾ ഞാനത് ഒന്നുകൂടി റീഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളിവിടെ കസ്റ്റമൈസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ അത് കൂടാതെ മൾട്ടി ബ്രാൻഡ്സിലൊക്കെ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അവിടേക്കൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല സ്റ്റിച്ചിങ് പെർഫെക്ഷനോട് കൂടി കിട്ടുന്ന നല്ല ഫീഡിങ് കുർത്തീസ് നിങ്ങൾ ഒഴിവാക്കരുത്. കാരണം നിങ്ങളുടെ ആ ഒരു സമയത്ത് അതിൻ്റെ പേരിൽ ഒരു സ്ട്രെസ്സും, ഞാൻ പറയില്ല, ഇപ്പോൾ നമ്മൾ സ്ട്രെസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഹസ്ബൻഡൊക്കെ പറയാം നീ ചൂടാവാണ്ടിരുന്നാൽ മതി, അത് ഹാപ്പി ആവും. അപ്പോൾ അങ്ങനെ ആവാണ്ടിരിക്കണമെങ്കിൽ നമുക്കും ഉണ്ടാവും ചില കാര്യങ്ങൾ, കൺസ്ട്രെയിൻസ് നമുക്ക് ഓക്കെ ആവണം. അപ്പോൾ അങ്ങനെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്യാവുന്ന, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് പാർട്ടീസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ അടിപൊളി പാർട്ടി വെയേഴ്സാണ്. ഇതിലിപ്പോൾ ചെയ്തിട്ടുള്ളത് ഒരു നോർമൽ ജോർജറ്റിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ടു യൂസ് ആണ്. നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഈസിയാണ്. വളരെ കാമായിട്ടുള്ളൊരു ഹാങ് വർക്കാണ് നമ്മളൊരു ബോക്സ് ടൈപ്പിൽ കൊടുത്തിട്ടുള്ളത്. ജെറിയും സീക്വൻസ് കുഞ്ഞ് കട്ട് ബീറ്റ്സ് ആഡ് ചെയ്തിട്ടുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള വർക്കാണ്. അങ്ങനെ വേറെ കുത്തിക്കൊള്ളാവുന്ന അങ്ങനത്തെ ഒന്നുമില്ല, ത്രെഡല്ല. പക്ഷേ നിങ്ങൾക്കൊരു പാർട്ടിക്ക് എങ്ങനെ പോവാം. അപ്പോൾ നമ്മൾ ടർക്കിയൊക്കെ യൂസ് ചെയ്യില്ല, പക്ഷേ എന്നാലും കൂളായിട്ട് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാം. എന്നാൽ നമ്മളുടെ ലുക്കിനൊരു താഴ്ച വരാതെ ഹാപ്പി ആയിട്ട് പോകാവുന്ന കോൺസെപ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഒരു സ്കെലോപ്ഡ് ദുപ്പട്ട നമ്മൾ ഹാഫ് ഇട്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് പാർട്ടീസ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മറക്കാതെ ബുക്ക് ചെയ്യുക. ഇത് മൾട്ടി ബ്രാൻഡ്സിലും അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് പ്രീ ബുക്കിംഗ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, താങ്ക് യു.